ഹായ് എവരിവൺ, ശ്രീലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും മധുരം കഴിക്കാൻ പാടില്ലാത്തവർക്കും ഈ അവൽ കൊണ്ടുള്ള ഈ വിഭവം വളരെ നല്ലതാണ്. നിങ്ങൾ ഇങ്ങനത്തൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയണേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാളയും കുറച്ച് അവലും എടുത്തിട്ടുണ്ട്. സവാള ഇവിടെ ചെറുതായിട്ട് നമുക്ക് എത്രയും കാലം കുറച്ചരിഞ്ഞ് അത്രയും കാലം കുറച്ച് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് അവലെടുത്ത് ഒരു ബേസിനിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കുക. ഏത് അവലുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് ഒന്ന് ഇളക്കി വെക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മുടെ ആവശ്യം എത്ര എരി വേണോ അതനുസരിച്ചുള്ള മുളക് പൊടി ഇടുക. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി വെക്കുക. പിന്നെ നമ്മൾ വെള്ളം തളിച്ചൊളിച്ചെടുക്കണം. ഞാനിവിടെ സ്വല്പം വെള്ളം എടുത്ത് ഒഴിച്ചെടുക്കുക. ഇത്ര ഗ്ലാസ് വെള്ളം എടുത്ത് അത് കുറച്ചായിട്ട് ഒഴിച്ച് അത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി വെക്കണം. ഒരു 2 മിനിറ്റ് ചെന്നാൽ മതി. അത് നല്ല സോഫ്റ്റായിട്ട് വരും. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സവാള ഉപയോഗിച്ചതേ ഉള്ളൂ. തക്കാളി ഇഷ്ടമുള്ളവർക്ക് ഒരു മുറി തക്കാളി ഇടാം. ക്യാരറ്റ് ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. പിന്നെ ക്യാരറ്റൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് മാത്രം, അല്ലെ ഇതിൻ്റെ കൂടെ യോജിച്ച് വരത്തില്ലല്ലോ. അതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് ചേർത്ത് എടുക്കുകയാണ്. ഉദാഹരണത്തിൽ ക്യാബേജ് അങ്ങനെയുള്ള ഇതൊക്കെ അരിഞ്ഞെടുത്ത് ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ടൊമാറ്റോ സോസ് ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ.